السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله محمد النبي الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും വിധികളും മര്യാദകളുമാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നാം പഠിച്ചു വരുന്നത്. ഖുർആൻ പാരായണം വളരെ ഭംഗിയായ നിലക്ക് അക്ഷരസ്ഫുടതയോടുകൂടി ശബ്ദമാധുരിയോടുകൂടി ആയിരിക്കണം എന്നത് പലതവണ നാം സൂചിപ്പിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നതും ആ വിധത്തിലുള്ള പാരായണമാണ്. ഖുർആൻ തർത്തീൽ ചെയ്യണം, വളരെ ഭംഗിയായ നിലക്ക് തെറ്റുകൂടാതെ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അഹ്കാമുകളും ആദാബുകളും പാലിച്ചുകൊണ്ട് അർത്ഥം ആലോചിച്ചുകൊണ്ട് മിതമായ വേഗതയിൽ പാരായണം ചെയ്യുക എന്നതാണ് തർത്തീൽ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇങ്ങനെ ഭംഗിയായ വിധത്തിൽ തെറ്റുകൂടാതെ ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടതാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം ഉത്ഭവിക്കുന്ന അതിൻ്റെ ശബ്ദം വരുന്നതായ കൃത്യമായ മഖ്റജ് ഏതാണ് എന്ന്. ഓരോ ഹർഫും ഏതൊരു മഖ്റജിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നത് ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് മഖാരിജ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കുവാനുള്ളത്. സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് കൃത്യമായി ഓരോ ഹർഫും എവിടെ നിന്ന് ഉച്ചരിക്കുന്നു എന്ന് നാം അറിയൽ നിർബന്ധമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. മഖ്റജ് രണ്ട് വിധമാണ്: മഖ്റജ് മുഹഖഖ്, മഖ്റജ് മുഖദ്ദർ. മഖ്റജ് മുഹഖഖ്, മഖ്റജ് മുഖദ്ദർ. മുഹഖഖായ മഖ്റജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവല്ലദി യുഅ്തമദു അലാ ജുസ്ഇൻ മുഅയ്യനിൻ മിൻ അജ്സാഇൽ ഫം കൽ ഹൽഖി അവൽ ലിസാൻ. വായയിൽ നിന്ന് കൃത്യമായ ഒരു ജുസ്ഇൽ, ഒരു ഭാഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ അവലംബിച്ചുകൊണ്ട് ഹർഫിനെ ഉച്ചരിക്കുക. ആ കൃത്യമായ ഒരു സ്ഥാനത്ത് നിന്ന് ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ ആ സ്ഥാനത്തിന് പറയപ്പെടുന്ന പേരാകുന്നു മുഹഖഖായ മഖ്റജ് എന്ന്. എന്നാൽ മുഖദ്ദറായ മഖ്റജുകൾ വേറെയുണ്ട്. ഹുവല്ലദി ലാ യുഅ്തമദു അലാ ശൈഇൻ മിൻ അജ്സാഇൽ ഫം കമഖ്റജിൽ അലിഫ് ഹൈസു തഖ്റുജു മിനൽ ജൗഫ്. കൃത്യമായ ഒരു സ്ഥാനം നിർണയിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അല്പം വിശാലമായ പറയുമ്പോൾ സ്ഥിത്യമായ മഖ്റജുകളാണെന്ന് റഈസിയായ മഖ്റജുകൾ വിഭജിക്കപ്പെടുന്നു. ഒന്ന് അൽ ജൗഫ്, രണ്ട് അൽ ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈഷൂം. ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈഷൂം. ഇങ്ങനെ 5 റഈസിയായ മഖ്റജുകളാണുള്ളത്.